ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 186 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 26-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 5-ാമത്തെ അധ്യായത്തിൻ്റെ 9-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നിർത്തിയത്. സാങ്കല്പികമായിട്ട് ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ ഉദ്ഗമനം ഉണ്ടാക്കാൻ പറ്റത്തില്ല, അതങ്ങനെ അല്ല ഇത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ന്യായം മദ്രസ പറയുകയാണ്. ഒരുപാട് ആത്മീയ മഹോന്നത രഹസ്യങ്ങൾ ആ നിമിഷത്തിൽ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണത്. വീണ്ടും പ്രജ്ഞയുണ്ടാകുമ്പോൾ അതുമൂലം തനിക്ക് സിദ്ധിച്ച സൽഫലങ്ങൾ എത്ര മഹത്തരമെന്നും ലൗകിക വസ്തുക്കളെല്ലാം എത്ര നിസാരമെന്നും അവൾക്ക് ഉപരി ബോധ്യമാകും. അപ്പോൾ ഈ ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയണമെന്ന് ഈശോ പറയുന്നതായ ഒരു ഡിസൈൻമെൻറ്റിൻ്റെ തത്വം ഇവിടെ മദ്രസ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഇത് മദ്രസ നിരന്തരം ഉപയോഗിക്കുന്ന തത്വമാണെന്ന് ഓർമ്മിക്കണം. എന്താണ് ഇവിടെ ഫലം? ഇങ്ങനെ ഒരു ദർശനം കിട്ടിക്കഴിയുമ്പോൾ അതുവഴി കിട്ടുന്നതായ അറിവ്, ഉൾക്കാഴ്ച, അവഗാഹം, ആത്മീയ അവബോധം, അതിൻ്റെ ഫലം എന്താണ്? പ്രജ്ഞ ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ അവിടെയുണ്ട്, ഈ ആത്മാവിലുണ്ട്. എന്തൊക്കെയാണത്? ലൗകിക വസ്തുക്കളെല്ലാം എത്ര നിസ്സാരമാണ് നമുക്ക് ഉപരി ബോധ്യമാകും. ലൗകിക വസ്തുക്കൾ നിസ്സാരമാണെന്ന് അല്പമെങ്കിലും ധ്യാനാത്മകതയുള്ള ആത്മീയ കാഴ്ചപ്പാടുള്ള ഏതൊരു വ്യക്തിക്ക് അറിയാം. ആ ഒരു അറിവല്ല, അതിനപ്പുറം ആഴപ്പെട്ട അറിവ് വരികയാണ്, ഉപരിബോധ്യം കിട്ടുകയാണ്. ലൗകിക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. താൻ ദർശിച്ചവയോടെ ഒത്തു നോക്കുമ്പോൾ അവയെല്ലാം വെറും ചേറ് മാത്രമാണെന്ന് തോന്നും. അങ്ങനെ ഒരു ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാഹ്യമായ വസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നതോ, ഒരു സാധനം വാങ്ങിക്കുന്നതോ, നമുക്കിട്ടൊരു സാധനം കൈ വെച്ചുകൊണ്ടിരിക്കുന്നതോ, അത് എത്ര ആത്മീയ കാര്യമായിക്കോട്ടെ, ഒരു തിരുസ്വരൂപമോ ഒരു ജപമാലയോ അല്ലെങ്കിൽ ഒരു തിരുശേഷിപ്പോ അല്ല എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഈ ലോകത്തിൻ്റെതായ എന്തെങ്കിലും ഒരു വസ്തു വഴി കിട്ടാവുന്ന കാര്യമെന്ന് പറയുന്നത് എത്ര നിസ്സാരമാണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കണക്ക് പറയാൻ പോലും തോന്നിയല്ല. അത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവും. അത് മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുക, അത് ഒരു കണക്ക് പറയാനും അത് കിട്ടാതെ വരുമ്പം വാടാനും കോടാനും ഒന്നും പോകാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള ബാഹ്യമായ കാര്യങ്ങൾ എല്ലാത്തിനോടുമുള്ള ഒരു അകൽച്ച, അതിൻ്റെ നിസ്സാര തിരിച്ചറിയാണ്. ഒരു ചേറ് മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. നമുക്കിതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ഈ യാഥാർത്ഥ്യങ്ങൾ കിട്ടുന്നു, അറിയുന്നു, അത് മതി, അങ്ങനെ വരികയാണ്. തദനന്തരം ലോകജീവിതം തന്നെ അവൾക്ക് മഹാവ്യസനകരമായി ഭവിക്കുന്നു. ഈ ഭൂമിയിലെ ജീവൻ തന്നെ മഹാവ്യസനകരമായി ഭവിക്കുന്നു. നേരത്തെ ഒരിക്കലും മദ്രസ പറയുകയുണ്ടായി, ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പോലെ എന്തൊരു ക്ലേശമാണ്, അതിനൊരു സമയം മാറ്റിവെക്കേണ്ടത് എന്തൊരു കഷ്ടമാണ്. അങ്ങനത്തെ ഒരു അനുഭവം നേരത്തെ ഒരിക്കലും മദ്രസ പറഞ്ഞപ്പോൾ നമുക്ക് അത്ര തിരിയുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ വെച്ച് നോക്കുക, നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. മുൻപ് അവൾക്ക് ആനന്ദം നൽകിയിരുന്ന വസ്തുക്കൾ കാണാൻ ഇടയായാൽ അവൾ അശേഷം ഗവനിക്കുകയില്ല. അപ്പം ഈ ഒരു അനുഭവം ഈ ആരാസനത്തിൻ്റെ ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ്, ഈ ആത്മാവിൻ്റെ ഉദ്ഗമനം, അങ്ങനത്തെ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ സ്വർഗീയ കാര്യങ്ങൾ അതുപോലെ തിരിച്ചറിയും. അപ്പം അങ്ങനെ കിട്ടുന്ന ആത്മീയ അവബോധത്തിൻ്റെ ഫലമായിട്ട് ഇതുവരെയുള്ള അവളുടെ ജീവിതത്തിൽ ആനന്ദകരമായി അവൾക്ക് തോന്നിയിരുന്ന ലോകത്തിൻ്റെ കാര്യങ്ങൾ, ഇനി അത് പ്രാർത്ഥനാ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം അവൾക്ക് അതൊന്നും ഓർത്തിട്ടോ കണ്ടിട്ടോ അവസരം വന്നിട്ടോ ഒന്നും അതിലേക്കൊന്നും ഒരു താല്പര്യം പോലും വരുന്നില്ല, ഒരാനന്ദ ആശ്വാസം കിട്ടുന്നില്ല, അങ്ങനെ അനുഭവപ്പെടുകയാണ്. വാഗ്ദാന ഭൂമിയിലേക്ക് മുന്നോടികളായി പോയ ഇസ്രായേൽക്കാർ അവിടെ നിന്ന് ചില അടയാളങ്ങൾ കൊണ്ടുവന്നതുപോലെ അവിടെ ലക്ഷ്യസ്ഥാനത്തെ സംബന്ധിച്ച് അല്പം മുന്നറിവ് അവൾക്ക് നൽകുവാൻ കർത്താവ് തിരുമനസ്സായിരിക്കുന്നെന്ന് തോന്നുന്നു. സംഖ്യയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 18 മുതൽ 24 വാക്യങ്ങളിൽ ജോഷുവയും കാലെബും ഒക്കെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഒളിച്ചുപോയി നിരീക്ഷണം നടത്തി. അവർ തിരിച്ചു വന്നപ്പോൾ വലിയ മുന്തിരിക്കൊല ഇങ്ങനെ തോളിൽ വെച്ച് ചുമന്നുകൊണ്ട് വന്നു, രണ്ടുപേരും കൂടി. അതുപോലെയുള്ള സമൃദ്ധിയുള്ള മണ്ണാണത്, തേനും പാലും ഒഴുകുന്ന നാട് തന്നെ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടി കൊണ്ടുവന്നതിനെ കുറിച്ച് നമ്മൾ വന്നിട്ട് വായിക്കുന്നുണ്ടല്ലോ. അപ്പം തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, തങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനം ചെയ്ത നാട് ഏതാണ് എന്നതിനെ കുറിച്ചൊരു സൂചന അത് ഇസ്രായേൽക്കാർക്ക് കിട്ടി. ഇസ്രായേൽക്കാരന്നത് കേട്ടിട്ട് അവിടെയുള്ള ആൾക്കാർ ഇതുപോലെ തന്നെ മല്ലന്മാരാണ്, അവിടെ പിന്നെ ഞങ്ങൾ വിട്ടലുകളെ പോലെ തോന്നി എന്ന് കൊടുത്തി വന്ന ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ചു. ഇസ്രായേൽക്കാരെല്ലാം അങ്ങോട്ട് നിലവിളിച്ചു, അങ്ങോട്ട് പോകണ്ട, തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞൊരു ബഹളം വെച്ചു. അങ്ങനെ അവർ ഒരു ദൈവ പരിപാലനയിൽ, ദൈവത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണ ശേഷിയിൽ അവിശ്വാസം കാണിച്ചുകൊണ്ട് പെരുമാറിയതിന് ഫലമായിട്ട് ദൈവം കോപിച്ച് അവരെ മരുഭൂമിയിലേക്ക് തന്നെ തിരിച്ചുവിട്ടു. അവർക്ക് കയറാൻ പറ്റിയത് പ്രാപിക്കാൻ സാധിച്ചില്ല.
അപ്പം അവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്നതിൻ്റെ മുന്നോടി സൂചനയാണ് അവിടെ ദൈവം യഥാർത്ഥത്തിൽ കൊടുത്തത്. അത് കണ്ടിട്ട് കേട്ടിട്ട് ആവേശത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. യോശുവ ആ രീതി ജനത്തെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുന്നുണ്ട്, മറ്റുള്ളവർ പക്ഷെ ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് നഷ്ടമായി. അപ്പൊ ഇവിടെ ഈ സംഭവം വെച്ചുകൊണ്ട് അമദ്രസ്യ പറയുകയാണ്, ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ ദൈവം തരുന്നത് ദൈവം നമുക്ക് വേണ്ടി നിത്യതയിൽ കരുതി വെച്ചിരിക്കുന്ന അനുഭവങ്ങൾ എന്താണ് എന്നതിൻ്റെ ഒരു സൂചനയാണ്. സ്വർഗമെന്ന് പറയുന്ന അനുഭവം എന്താണ്? അത് ചുമ്മാ തീറ്റയും കുടിയും കുറെ പാട്ടും കൂത്തും മേളവും കുറച്ച് സ്തുതിപ്പൊക്കെ നമ്മൾ ബൈബിളിൽ കാണുന്നത്, ഹല്ലേലൂയ പാടുന്നു, രാവിലെ സ്തുതിക്കുന്നു, അത്രയൊക്കെ നമുക്ക് തിരിയുന്ന ഭാഷ എഴുതി വെച്ച് പറയാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിലുള്ള അതിൻ്റെ ആ ഒരു പ്രവൃത്തി അങ്ങ് ചെയ്യുന്നതായിട്ട് സ്വർഗദർശനം കാണുന്ന സംഭവങ്ങൾ, വിവരണങ്ങൾ, അതിൽ കടന്നു വന്ന വ്യക്തികൾ അനുഭവിക്കുന്ന കാര്യത്തിൻ്റെ വ്യക്തത എന്നാന്നുള്ളത് അത് ഓരോരുത്തരും പറയാൻ പറ്റിയല്ല. അതാണ് അവാച്യമാണ്, മനുഷ്യഹൃദയം അറിഞ്ഞിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്ന് അപ്പസ്തലൻ എഴുതി വെക്കുന്ന അപ്പസ്തലന്മാരൊക്കെ പറയുന്നത്. ആ അനുഭവത്തെ ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ട് സ്വർഗീയ അനുഭവത്തിൻ്റെ ചില സൂചനകൾ, അടയാളങ്ങൾ ഇവിടെ തരികയാണ്. ഇസ്രായേൽക്കാര് വാഗ്ദത്ത ഭൂമിയിൽ ചെന്നിട്ട് ചില അടയാളങ്ങൾ കൊണ്ടുവന്നതുപോലെ അവളുടെ ആത്മാവിൻ്റെ ലക്ഷ്യസ്ഥാനത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച് അല്പം മുന്നറിവ് അവൾക്ക് നൽകുവാൻ കർത്താവ് തിരുമനസ്സായിരിക്കുന്നു എന്ന് തോന്നുന്നു. വിശ്രമസ്ഥാനം എവിടെ ലഭിക്കുമെന്ന് അറിയുന്നത് ക്ലേശകരമായ മാർഗമധ്യേ നേരിടുന്ന ദുർഘടങ്ങളെ തരണം ചെയ്യാൻ സഹായകമായിരിക്കുമല്ലോ. അടപ്പെട്ട ഒരു വചനമാണിത് അമദ്രസ്യ കുറിക്കുന്നത്. വിശ്രമസ്ഥാനം എവിടെ ലഭിക്കുമെന്ന് അറിയുന്നത്. നേരത്തെ പറഞ്ഞു പെട്ടെന്നൊരു പുഴു ഒരു ഉദാഹരണം പറയുമ്പോൾ ചിത്രശലഭമായിട്ട് പറന്നുയരുമ്പോൾ അതിന് എവിടെയാണ് വിശ്രമം കിട്ടുന്ന അറിഞ്ഞുകൂടാത്ത ഒത്തിരി ക്ലേശങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നല്ലോ. ഇവിടെ നമ്മൾ വിശ്രമസ്ഥാനം, ഇസ്രായേൽക്കാർക്ക് വാഗ്ദത്ത ഭൂമിയാണ്, തേനും പരവുന്ന ദേശം, അങ്ങോട്ട് പോകാൻ എന്ത് ക്ലേശവും അഭിമുഖീകരിക്കാവുന്ന തീക്ഷണർക്ക് ഉണ്ടാകേണ്ടിയിരുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിലെ വിശ്രമസ്ഥാനം ഏതാണ്? നിത്യവിശ്രമം, സ്വർഗമാണ്, മരണത്തോടെ നമ്മൾ എത്തുന്ന സ്ഥലം. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണ്, അത് എവിടെയാണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക എന്നുള്ളത് അറിയുമ്പോൾ, അതിന്റെ ടേസ്റ്റ് ചിലപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രാപിക്കാനായിട്ടുള്ള മാർഗമധ്യേ ഉണ്ടാകുന്ന ക്ലേശങ്ങള്, ആ ദുർഘടങ്ങള്, അതിനെ തരണം ചെയ്യാനുള്ള വലിയ കരുത്ത് നമുക്ക് കിട്ടും. സ്വർഗീയ ഒരു രുചി കിട്ടിക്കഴിയുമ്പോൾ, ഒരു മുന്നറിവ് കിട്ടിക്കഴിയുമ്പോൾ, സ്വർഗത്തിൻ്റെ രുചി എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് നോക്കിയിട്ട് മരിക്കാൻ പേടി, മരിക്കാൻ ഇഷ്ടമില്ല, കുറെ കൂടെ ജീവിക്കണം ചിന്തയിലേക്ക് പോകാനിട വരുന്നത് എന്നാണ് എൻ്റെ സൂചന. അത്ര വേഗം കടന്നു പോകുന്ന ഒരനുഗ്രഹം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒരു നിമിഷാർത്ഥം അത്രയൊക്കെ ഈ ഒരു ഫ്ലൈറ്റിന് അനുഭവം കിട്ടിയുള്ളൂ. ഒരു നിമിഷങ്ങൾ മാത്രമേ ദർശനം നീണ്ടു നിന്നുള്ളൂ ഈ പറയുന്ന ദൈവം നൽകുന്ന അനുഭവം. പക്ഷേ അത് കടന്നു പോയില്ലേ, അതുകൊണ്ട് ഇത്ര വലിയ ഉപകാരം വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ വായനക്കാർക്ക് തോന്നിയേക്കാം, അല്ല അനുഭവം ഇല്ലാത്തവർക്ക് തോന്നിയേക്കാം. പക്ഷേ അതിൻ്റെ അനുഭൂതി ചിന്തിച്ചിട്ടുള്ളവർക്ക് മാത്രമേ മഹത്തായതിൻ്റെ വൈശിഷ്ട്യം നിർണ്ണയിക്കാൻ പറ്റുകയുള്ളൂ. ഏതൊരു അനുഭവം അങ്ങനെ അനുഭവിക്കാത്തൊരു വ്യക്തിക്ക് ഒരു അനുഭവത്തിൻ്റെ വിവരണം എത്ര പറഞ്ഞാലും തിരികേലെന്ന് നമുക്കറിയാം. എത്ര വിശദീകരിച്ചാലും തിരിയത്തില്ല, ഇല്ലേ? നമുക്കറിയാം, ഏതെങ്കിലും പലഹാരമാണെങ്കിൽ പോലും അതിൻ്റെ രുചി ഇന്നതാണ്, ഇങ്ങനെയാണ്, വായി വെച്ച് കഴിയുമ്പോൾ ഇന്ന രുചിയാണ്, മധുരം പോലെയാണ്, അലുത്തിറങ്ങുന്ന പോലെയാണ്, അങ്ങനെ എത്രയെല്ലാം പറഞ്ഞു കൊടുത്താലും തിരിയല്ലാത്ത കാര്യം തിരിയും. ആ ഒരു പലഹാരം എടുത്ത് വായി വെച്ചൊന്ന് കഴിച്ചു കഴിയുമ്പോൾ ഇപ്പം അനുഭവത്തിലൂടെ മാത്രമേ പലതും കുറേയെങ്കിലും അറിയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ് സ്വർഗീയമായ കാര്യങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്രയും അധികമായിട്ട് വാസ്തവമാണ്, അനുഭവത്തിലൂടെ എല്ലാം പറ്റുകയില്ല. അപ്പോൾ നിസ്സാരമായ ഒരു നിമിഷത്തിൻ്റെ അനുഭവങ്ങൾ, ഇങ്ങനെ ഒരു ഫൈറ്റ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഉദ്ഗമനം ഉണ്ടാകുന്ന വഴി ഇത്ര ശകല സമയമേ അല്ലേ ഉള്ളൂ ഇത് ചിന്ത വെച്ചുകൊണ്ട് ഈ അനുഭവം നിസ്സാരമാണ്, നിങ്ങളാരും കരുതണ്ടായെന്ന് അമദ്രസ്യ സൂചിപ്പിക്കുകയാണ് 10ാമത്തെ ഖണ്ഡിക. അപ്പോൾ ഇത് നമ്മുടെ സങ്കല്പത്തിൻ്റെ ഫലമല്ല എന്നുള്ളത് വ്യക്തമാക്കാനായിട്ട് ആണ് അമദ്രസ്യ ഈ ഒരു അനുഭവം എന്ന് മാത്രം അതിൻ്റെ ഫലമുണ്ടാകുന്നു, ഇങ്ങനെ അത് സങ്കല്പങ്ങൾ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇനി ഇവിടെ അടുത്ത ഖണ്ഡികയിൽ പിശാചിൻ്റെ വേല അല്ല ഇതെന്നുള്ളത് ഉറപ്പാക്കാൻ ചില സൂചന പറയുകയാണ്. പിശാചിൻ്റെ വേല അല്ല ഇതെന്ന് നിസ്സംശയമാണല്ലോ. സ്വന്തം ഭാവന കൊണ്ട് ഇതുപോലെയൊക്കെ രൂപവൽക്കരിക്കാനും സാധ്യമല്ല എന്നിട്ട് പറയുകയാണ്. ആത്മാവിൽ ഇത്രമാത്രം സൽഫലങ്ങളും സമാധാനവും സ്വസ്ഥതയും അഭിവൃദ്ധിയും ഉളവാക്കാൻ പര്യാപ്തമായ യാതൊരു പ്രവർത്തനവും പിശാചിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. വീണ്ടും ഉറപ്പിക്കുകയാണ്, ഡിസൈൻമെന്റ് വിവേചനത്തിന്റെ സുവർണ പാഠങ്ങളാണ് അമദ്രസ്യ ഇതുവഴി പറയുന്നത്. ഇത്ര വലിയ ആന്തരിക ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് തിരിച്ചറിയാൻ മാത്രമല്ല, നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ വഴിയാണോ സാത്താൻ്റെ വഴിയാണല്ലോ, സ്വന്തം സാങ്കല്പിക ലോക മോഹങ്ങളുടെ വഴിയാണോ
ഒരു കാര്യം നമ്മൾ അനുഭവിക്കുന്നത്, ഒരു ചുവട് വെക്കുമ്പോൾ നമുക്ക് സംഭവിക്കും തിരിച്ചറിയാനുള്ള ഉറപ്പുള്ള മാർഗം ഇതാണ്. ആത്മാവിൽ ഇത്രമാത്രം സൽഫലങ്ങൾ എന്താണ്? ദൈവത്തോടുള്ള അടുപ്പം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ നിസ്സാരത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്, ബോധ്യം, ലോകത്തിൻ്റെ ആശ്വാസങ്ങളും മോഹങ്ങളോടുള്ള അതിൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള വ്യക്തത, ആഴമായ സമാധാനം, ഇതാണ്. അപ്പം അങ്ങനെയുള്ള സൽഫലങ്ങളും സമാധാനം, സ്വസ്ഥത, അഭിവൃദ്ധി, അതിന് വളർച്ച ഉണ്ടാവുകയാണ്. നല്ല സമാധാനം ഉള്ളിൽ, സ്വസ്ഥത, ഉള്ളിൽ കലങ്ങുന്നില്ല, അഭിവൃദ്ധി, അതിന് വളർച്ച ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ യാതൊരു പ്രവർത്തനവും പിശാചിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതല്ല. പിശാചിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മതത്തെ പറയുകയാണ്. അപ്പം ഇത് നമുക്കൊരു എപ്പോഴും നമ്മൾ മാനദണ്ഡമായിട്ട് മനസ്സ് സൂക്ഷിക്കണം. ഓരോ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത എടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പിശാചിൻ്റെ ആണോ, ദൈവത്തിൻ്റെ ആണോ, ലോകത്തിൻ്റെ ആണോ, സ്വന്തം മാനുഷിക മോഹങ്ങളുടെ ആണോ തിരിച്ചറിയാനുള്ള ഒരു വ്യക്തമായ മാർഗം, ഫലങ്ങൾ ഇതാണ്. 3 വിശിഷ്ട ഗുണങ്ങൾ ഈ അത്യുന്നത പദവിയിൽ ആത്മാവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി 3 കാര്യങ്ങൾ അമൃത എണ്ണി പറയുകയാണ്. ഒന്ന്, ദൈവമാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ്, അറിവിൻ്റെ വൈപുല്യത്തിന് ആനുപാതികമായ അവഗാഹവും സിദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, അവഗാഹവും കിട്ടുന്നു, ബോധ്യം കിട്ടുന്നു, വ്യക്തത കിട്ടുന്നു. അറിവും ബോധ്യവും, അറിയുക എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണല്ലോ, ഇൻഫർമേഷൻ. ബോധ്യം എന്ന് പറയുന്നത് കൺവിക്ഷനാണ്. ബോധ്യത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അറിവ് എന്തുമാത്രം ഉണ്ടെങ്കിലും ജ്ഞാനം ഉണ്ടാവുകയല്ല. നമ്മളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാനായിട്ട് ലാബിൽ ചെന്നിട്ട് സകലവിധ ടെസ്റ്റുകൾക്കും നമ്മൾ ഉദ്യമിക്കുന്നു. ബ്ലഡ് കൊടുക്കുന്നു, യൂറിൻ കൊടുക്കുന്നു, സ്റ്റൂള് കൊടുക്കുന്നു, അങ്ങനെ എന്തെല്ലാം കൊടുത്ത് ടെസ്റ്റ് ചെയ്യാമോ അതെല്ലാം ചെയ്യാനായിട്ട് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് എല്ലാം കൂടെ കിട്ടുമ്പോൾ അത് വെച്ച് നമുക്ക് നമ്മളുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് കുറേ അറിവുകൾ കിട്ടും. പ്രഷർ ഇങ്ങനെയാണ്, ഷുഗർ ഇങ്ങനെയാണ്, കൊളസ്ട്രോൾ ഇങ്ങനെയാണ്, അതെല്ലാം കിട്ടും, അറിവുകൾ കിട്ടും. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാകണമെങ്കിൽ അത് വേറൊരു കാര്യമാണ്. നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം എവിടെ നിൽക്കുന്നു, കുഴപ്പമുണ്ടോ, അപകടമുണ്ടോ, രോഗമുണ്ടോ, അതറിയണമെങ്കിൽ ഒരു വൈദ്യൻ, ഡോക്ടറുടെ പക്കലത് കൊടുത്തിട്ട് ഡോക്ടർ നമ്മുടെ പ്രായവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് ഈ അറിവുകളും വെച്ച് ഒന്ന് വിലയിരുത്തിയിട്ട് ആ വ്യക്തി പറയും നിങ്ങളുടെ കാര്യത്തിൽ ഇതാണ് നിങ്ങളുടെ ആരോഗ്യാവസ്ഥ, അതിന് മീനിങ് എന്താണ് എന്ന് പറയണം. അപ്പോൾ നമുക്ക് അവബോധം ഉണ്ടാകുന്നു നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്. അപ്പം അറിവും അവബോധവും രണ്ടാണ്. അപ്പം നമുക്ക് ഇവിടെ രണ്ട് സംഭവിക്കുക. ദൈവമാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുന്നു, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വായിച്ചറിയുന്നു, വചനത്തിൽ അറിയുന്നു, അതിന് പ്രഘോഷണം വഴി അറിയുന്നു. ഇപ്പം അമദ്രേശ പങ്കുവെക്കുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ കുറേ അറിവ് കിട്ടുന്നുണ്ട്. പക്ഷേ ആ അറിവിനപ്പുറമായ അറിവാണ് ഇവിടെ ഈ ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ് വഴി കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അവബോധം കിട്ടുന്നു, ദൈവത്തിന് ബോധ്യങ്ങൾ കിട്ടുകയാണ് എന്ന് അമദ്രേശ പറയുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു വിശിഷ്ടമായ ഫലം, ഗുണം ഒരിക്കലും പൈശാചിക ഇടപെടലുള്ള സാങ്കല്പിക പ്രവൃത്തി വഴി കിട്ടുന്നില്ല എന്ന്. ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.